നമ്മളിപ്പോൾ ഉള്ളത് വേർഡൻ വാഗമണ്ണിലെ ഫാം ഹൗസിലാണ്. എല്ലാവർക്കും സ്വാഗതം. എവിടേക്ക് സ്വാഗതം? ഇങ്ങോട്ട്. ഫുഡ് ട്രാവൽ എഡിറ്റിംഗ്. നന്നായി. നമ്മൾ വേർഡൻ വാഗമണ്ണോട് വിട പറയാൻ പോവുകയാണ്. രാവിലത്തെ പ്രഭാത ഭക്ഷണം. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് ഉണക്കക്കപ്പ വേവിച്ചതും നല്ല നാടൻ മീന്, അതായത് പൊടിമീന്, കുട്ടൻ. പൊറോട്ട പോയി മേടിച്ചു. കറി ഇന്നലത്തെ മിച്ചമുണ്ടായിരുന്നു. ഗാന്ധിജിയോടുള്ള സ്നേഹം കൊണ്ട് ഉപ്പിത്തിരിക്കുന്നുണ്ടായിരുന്നു. പ്രഭാത ഭക്ഷണം. ഒരു ചായ എടുത്തില്ല. ആരാ എടുക്കാതെ? നമ്മുടെ ചിക്കൻ ഇപ്പൊ എവിടം വരെ ആയി? മുടിഞ്ഞോ? നമ്മുടെ മൂപ്പനിതാണ് സംഭവം. ആയി വരികയാണ്. ടിഷ്യൂ തന്നു. നമ്മ റെഡി ആവും. കഴിയും. നമ്മള് കണ്ടില്ല. രണ്ടട്ട ഇട്ടൊന്ന്. ഇറച്ചി കംപ്ലീറ്റ് ആണ്. എന്നാണിക്കോ ചിക്കൻ പറക്കണോ? നമ്മുടെ സ്പെഷ്യല് ചിക്കൻ ഫ്രൈ ആണെന്ന്. ചിക്കൻ കറി ഇവിടെ കുക്കറിലാവുന്നുണ്ട്. നമ്മൾ അടിപൊളിയാവും. ചിക്കൻ പറക്കുന്നുണ്ടോ? താറാവോ കള്ളോ എന്തൊക്കെ എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാം നിങ്ങളുടെ ചെലവ്. മച്ചാനെ ചെറിയ ഉള്ളോ കേട്ടോ. ഭാസ്കര നിനക്ക് കരിമീനോ കൊഞ്ചോ എന്താന്ന് വെച്ചാൽ കൊടുക്ക്. അടിച്ചു കയറി വാ. നമ്മുടെ റിയാസ് ഖാൻ്റെ ഒരു അടിപൊളി ഡയലോഗാണ്. കോഴിക്കറിയുടെ മണം മേടിച്ചൊരു അതിഥി വന്നിട്ടുണ്ട്. മോനെ ഒരു മിനി ഫ്രിഡ്ജ് അവൈലബിൾ ആണ്. ഇവിടെ ഗ്യാസും മറ്റ് സൗകര്യങ്ങളും എല്ലാം കുക്കിങ്ങിന് വേണ്ടി ഉണ്ട്. ഇവിടെ പറിക്കാൻ പറ്റുമോ? എവിടെയാ? അത് ചക്കയല്ലേ? എടാ വണ്ടി കീപ്പണോട്ടോ അവിടെ. ആരെടുത്തോണ്ട് പോയ വണ്ടി. ഇവിടെ ആരും താമസമില്ലെന്ന് തോന്നുന്നു കേട്ടോ. സോളാറായി. കയറുണ്ട് കെട്ടി തൂക്കി ചാവാൻ വേണ്ടി മരത്തേല്. ഇവിടെ വന്നിട്ടേ എൻ്റെ കാലെ കൊണ്ട് അവനാണ് ചെരുപ്പിട്ടുണ്ടാ വന്നേ. നിന്റെ ചെരുപ്പിട്ടു. റംബൂട്ടാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ചക്ക വലുത് പറഞ്ഞു. കൂടെയാണോ? വാഗമണ്ണി ചക്ക കഴിക്കാൻ ഇവിടെ വന്നു. എന്തേ ഇത് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പുണ്ട്. ഇത് വേറൊരു ബഡ് തൈ അത് ഇത്. ആ മല ഉണ്ടോ അങ്ങേറ്റത്? ഇങ്ങോട്ട് നോക്കി. ഈ അവിടെയൊക്കെ ചെല്ലണം.
അങ്ങോട്ട് വിട്ടാലോ നമുക്ക്? അങ്ങോട്ട് വിടാൻ പറഞ്ഞ സൂപ്പർമാൻ ചെട്ടി നമ്മുടെ ഇല്ലല്ലോ. അവിടെ എല്ലാം മല, അവിടെ മലയാടാ, എവിടെയും മല. അയ്യോ ഈ മല നമുക്കുണ്ടല്ലോ അങ്ങോട്ട് കയറാതെ നമുക്ക് ചാമ്പയ്ക്ക് എന്തി വിശക്കുന്നു. ഇത് പുഴു കടിച്ച ചാമ്പ എനിക്ക് വേണ്ട. ഇവന് വിഷം കൊണ്ട് നമുക്ക് കഴിക്കട്ടാ. നമ്മളൊരു വിനെ കഴിച്ചാൽ മതി. എക്സ്പയർ കഴിഞ്ഞ കാപ്പി കഴിപ്പാ അത്. ആണ്ട്രാ സൂപ്പർ ചാമ്പ, അതാ സൂപ്പർ ചാമ്പ. എടുത്തുണ്ടോ യുവാവിന്റെ മരണം കുഴിയിലേക്ക് വീണ്. പാമ്പ് മാറിക്കോളൂ ഇതിനെ കാണുമ്പോ. പട്ടി ഊമ്പും. അത് കഴിഞ്ഞ് വേറെ സംഭവമാണെന്ന് ഇവിടെ. അത് നിങ്ങളുടെ അടുത്തുള്ളതല്ലേ? സ്പോട്ട് എങ്ങനെ ഉണ്ട്? അടിപൊളിയാണോ? അതറിഞ്ഞാൽ മതി. എന്നാ കഴിഞ്ഞ് ഇങ്ങോട്ടോ പറഞ്ഞോ. ഇട്ടേ ഇട്ടാ മതി. എന്ന് പറ ഉറുമ്പോ? ഇതന്നെ മറ്റേ 1.3 ഉറുമ്പ് ഫ്രീ തന്നു. ഇതും കൂടി ഞാൻ എക്സ്പയർ കഴിഞ്ഞ സാധനം കേട്ടോ. ഉറുമ്പില്ലാത്തതാ. ആ മതി. വിളിയല്ലടാ. നമുക്കിവിടെ കുറച്ച് ഫോട്ടോ എടുക്കണേ. നല്ല സ്പോട്ടാ. നമ്മൾ ആ വണ്ടിയെ വന്നു പറയാം. ശാലും പേരാണ് 3 പേരുടെ ഫോട്ടോ എടുക്കായിരുന്നു. ഇതിപ്പോ 2 പേരെടുക്കും, ഒരാളവിടെ ഫോട്ടോ എടുക്കും. കാറിന്റെ ഷോട്ടിൽ നിന്ന് എടുക്കാം. അതെല്ലാരും ചെയ്ത പരിപാടിയാ. അത് ഇന്നലെ പോയി അങ്ങനെ നടക്കല്ലടാ. നീ വന്നാലും താഴെ ചത്തോ? അല്ലെ പറയാൻ പറ്റത്തില്ല. അല്ലെ വേണ്ട, എന്റെ ലൈസൻസാ കൊടുത്തേക്കുന്നത്. എന്നാ നമുക്കൂടെ തരാൻ വേണ്ടിയാണോ? ആണോ? MBD ആണോ? MBD പറയാൻ വരുമെന്ന ഞമ്പിട് തപ്പി. നമ്മൾ വെഡൻ വാഗമനോട് വിട പറയാൻ പോവുകയാണ്. രാവിലത്തെ പ്രഭാത ഭക്ഷണം നമ്മുടെ മല്ലു പോയി അനന്തു PR പൊറോട്ട പോയി മേടിച്ചു. കറി ഇന്നലത്തെ മിച്ചമുണ്ടായിരുന്നു. ഗാന്ധിജിയോടുള്ള സ്നേഹം കൊണ്ട് ഉപ്പിത്തിരി കൂടുതലായിരുന്നു. പ്രഭാത ഭക്ഷണം ഒരു ചായ എടുത്തില്ല. ആരാ എടുക്കാതെ? എങ്ങനെയുണ്ട്? വെഡൻ വാഗമണ്ണിന്ന് വിട പറഞ്ഞു. പോയടാ. എന്റെ പൊന്നളിയാ, എടാ നിങ്ങളൊന്ന് വെട്ടടിച്ച് പോകുന്നല്ലേ? വണ്ടി വാളി ബാക്കി തന്നെ പോയിങ്ങ്. നമ്മളൊന്നുകൊണ്ട് ഇറങ്ങിയില്ലേ? ഞാൻ ക്ലച്ച് കൂട്ടി ബാക്കി ആയിട്ട് ഒറ്റ പോക്ക്.
ഇങ്ങനെ ഇടിക്കത്തുണ്ട്. ഞാൻ വിളിച്ചില്ല പോവാ വീടാന്ന് പറഞ്ഞിട്ടോ. എടുത്തോ ഞാൻ ഇവിടെ വീടിനെ കൂടി കയറ്റിടാ വളം കൊണ്ടപ്പോഴത്തേക്ക്. കൊച്ചാന്മാരെ വഴി സീനൊന്നുമില്ല. ഇപ്പം ഞാൻ സ്ഥിരം വരുന്ന വണ്ടിയല്ല, അതിൻ്റെതായിട്ടുള്ള കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വഴി അത്ര ഒരു സംഭവമല്ല. തൊട്ട് കഴിഞ്ഞാൽ ആ വഴി നമ്മൾ പോകും 100%. പിന്നെ പരിമള സിനിമയുടെ ഒരു രക്ഷ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് വിചാരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ പാലിക്കോട്ട് പോലും നമ്മൾ നേരെ പോകുന്നത്. അവിടെ നിന്ന് നേരെ ഇറങ്ങുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഇട്ട് ഏരിയസ് ബ്രേക്ക് ആണെങ്കിൽ ഫ്രണ്ട് കേസായിട്ട് തിരിച്ച് ഇറങ്ങാത്തില്ല. വരുന്ന ആൾക്കാർക്കുള്ള എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. അല്ലെങ്കിൽ മൂക്കാമണ്ടയും കിട്ടിയില്ല. നേരത്തെ പോയി കാലെത്തുന്നില്ല എപ്പോഴാ നീ കയറി എനിക്ക് കാലെത്തുന്നില്ല എപ്പോഴാ ഓരോ കോപ്പ് വെക്കാൻ പറ മറിയോടാ നീ വന്നേ പണ്ടാരം വണ്ടി വീഡിയോ എടുത്തോണ്ടിരിക്കാൻ. പണ്ടാരം വണ്ടി സൂപ്പർ വണ്ടിയാണിത്. പൊക്കോന്നല്ല ചവിട്ടാനായിട്ടാ പറഞ്ഞത്. അവരുടെ ഫോട്ടോ എടുക്കാമെന്ന് ചോദിക്കാൻ വേണ്ടി എന്നിട്ട് വേണം സ്ട്രീറ്റിലെ ആൾക്കാരെ തല്ലുകൊള്ളാൻ. എടാ സുന്ദര എൻ്റെ വണ്ടി എന്നാ പറഞ്ഞാലും ആൾക്ക് ഏറ്റവും അടിയിലെന്ന് തോന്നുന്നു. എടാ പാർട്ടി എന്തിയടാ ഉണ്ട്. തൽക്കാലം ഈ ചാത്തൻ പാർട്ടിയിലെ ചാത്തൻ ചാർജ് തീർക്കാം. നിൽക്കി പെട്ടെന്ന് നിൽക്കി അങ്ങനെ നിൽക്കാം. അവിടെ നിൽക്കണം. പണ്ട ആ ബാഗ് കൊടുക്കും. പോ താഴെ വെക്ക്. അങ്ങോട്ട് നിൽക്കി പെട്ടെന്ന് കഴിഞ്ഞ് നിൽക്കാതെ. മാറല്ലേ
മാറില്ലേ? ഈ സിംഗിളാണേ. ഈ പാറ കിട്ടണം, പാറ. ഇത് നോമ്പറ്റോ? എടാ കട അവിടെ നോക്കി. എടാ വണ്ടിയുടെ ഫോട്ടോ. പാറ കിട്ടുന്നില്ല, പാറ അടിയെടുത്ത് താഴെ നമുക്ക് തൊട്ടെടുക്കുക. അതായത് മറ്റെല്ലാ പരിപാടി കേട്ടോ. വണ്ടി എടുക്കാൻ ഇവിടെ നീ മഴ പെയ്യാൻ പാണ്ടാരക്കാല കോട വരുന്നു. നോക്കി നീ പെട്ടെന്ന് പോവാം. ഇവിടേക്ക് ഈ വണ്ടി പെട്ടെന്ന് എടുക്ക്. നീ എനിക്ക് കിട്ടത്തില്ല. അവിടെ അങ്ങോട്ട് ഓക്കെ അല്ലേ? അയ്യോ ക്യാമറ അതല്ലേ ചേട്ടൻ എന്നെ കൊല്ലും. ഈ വെള്ളം തുടയ്ക്കാതെ വെക്കാൻ പറ്റത്തില്ല. അയ്യോ ഒരു ഉടിഞ്ഞ മഴയാ. എടാ ഇനിയിപ്പോൾ നമുക്ക് ക്യാമറ ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യാം, മൊബൈൽ ഉണ്ടല്ലോ, ആദ്യം അടിച്ചു പോട്ടെ. എടാ നമുക്ക് കോട്ടിടണം ഇപ്പം. കോടയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമ്മളെങ്ങോട്ടാ പോകുന്നത്? ഒരു ഗത്യന്തരമില്ലാത്ത യാത്രയാകും. കൊൽക്കത്ത എന്ന് പറഞ്ഞേക്കല്ലേ? ഫോട്ടോ എടുത്ത് തരണം. നമ്മൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കണം അവരെ കൊണ്ട്. നമ്മുടെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? വാഗമൺ, കുട്ടിക്കാനം, ഏലപ്പാറയൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളി സ്ഥലം. നിങ്ങളിവിടെ ഞങ്ങൾ എത്തിച്ചെന്ന റൂമും എല്ലാം അടിപൊളിയാണ്. ഈ ഭംഗി ഒന്ന് നോക്കി, അങ്ങോട്ട് നോക്കി, എവിടെ നോക്കിയാൽ ഈ ഭംഗി. നേച്ചർ ബ്യൂട്ടി അല്ലേ? അപ്പുറത്ത് നോക്കിയാൽ ആ ഭംഗി. മൊത്തം മലയാ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. മലയും ഏലവും ചുറ്റും മലയാ. നമ്മളിവിടെ റബ്ബർ. ഇവിടെ റബ്ബറുകളില്ല. ഇവന്റെ ഇവിടെ വാഴ. ഇവനെ ഉൾപ്പെടുത്തിയാണോ പറഞ്ഞത്? വാഴ ഉൾപ്പെടുത്തിയാ പറഞ്ഞല്ലേ? തട്ടായിട്ട് കിടക്കുന്നു. ഇവിടെ നമ്മൾ റബ്ബർ വെക്കാമെന്നറിയോ? അറിയോ? റബ്ബറില്ലെന്ന് ആരാ പറഞ്ഞു? ഉണ്ട്. കോട പറക്കുക അല്ലേ? ഇവിടെ ഉണ്ടോ അറിയാമില്ല. തലവേൻ നല്ലതായിട്ട് എടുക്കും കേട്ടോ. ഇങ്ങോട്ട് കയറുന്നേ. ഇങ്ങനെ ഹെൽമെറ്റ് വെക്കണം. നീ കൂടെ നിൽക്കടാ അങ്ങോട്ട്. ഞാനും പോകാം. ഞാൻ കത്തേക്കണമില്ലേ? പ്രത്യേകം. അപ്പോൾ നമ്മുടെ യാത്ര മനോഹരമായിരുന്നല്ലേ? പിന്നെ സൂപ്പറല്ലേ? ഭക്ഷണം അടിപൊളിയല്ലേ? സൂപ്പർ. ആ കുപ്പി കിട്ടിയ സാധനം നല്ലായിരുന്നോ? പിന്നെ അവിടെ ഇച്ചിരി ഉപ്പും മുളകും കൂടുതലായിരുന്നു. അത് പിന്നെ ഉപ്പിന് വില കുറവ്. അവന് ഗാന്ധിജിയുടെ ഒക്കെ ഒരു പ്രയത്നമാണല്ലോ. മുളകിന് വില കൂടുതൽ, ഉപ്പിന് വില കുറവാണ്. മുളകിനുണ്ടാകുന്ന അത്യാവശ്യം കുരുമുളക് കൂടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു നമ്മൾ. വീഡിയോ ആണേ. ചിരിച്ചോട്ട് വന്നു. നീ ഇറങ്ങിപ്പോയി പതുക്കെ. എടാ അത് ചിരിച്ചൊക്കെ നിൽക്കടാ. അമ്മ മെഡിക്കൽ കോളേജിൽ വാക്ക് വയ്ക്കുന്ന പോലെ. ഇന്ന് ചിരിച്ചെന്ന് നിന്റെ മുഖത്ത് ചിരി വരത്തില്ലേ? ഞാൻ ഒരു 10 രൂപ ചിരിക്കുന്നു. 1000 രൂപ. നമ്മൾ
ഇതിപ്പോൾ എന്ത് തേങ്ങ ഉള്ളതെന്ന് അറിയത്തില്ല. എന്നാലും പോയി നോക്കുകയാണ്. വളരെ വലിയ വാഴ. ടൈഗർ നീ ടൈഗർ എവിടെ പോകുന്നു? വിഷ്വൽ ബ്യൂട്ടി. ചുമ്മാ കയറി വന്നതല്ലടാ, അത് ഇങ്ങനെയാന്ന് ഞാൻ വിചാരിച്ചില്ല. കൈക്കുന്നിൽ നീലാകാശം. ഇവിടെ വന്നു കഴിഞ്ഞാൽ കോടങ്ങി വരും. പിള്ളേരൊന്നും കാണുന്നുണ്ട്. ഇരിക്കണം. നടുവിന് വേദന. അയ്യോ നൈസ് സാധനം അല്ലേ. ആ ഫ്രണ്ടിലത്തെ കിട്ടണോ ബാക്കിലത്തെ കിട്ടണോ? രണ്ടും ഒരുമിച്ച് കിട്ടത്തില്ല. വീഡിയോ എടുക്കാം. വീഡിയോ എടുക്കാം. നീ അവിടുന്ന് ഇങ്ങോട്ട് നടന്നു പോവാ വണ്ടിന്. ഞാൻ പറയുമ്പോൾ നടന്നു പറഞ്ഞേ. നേരെ നടന്നുണ്ടോ? ഞാൻ പറയുമ്പോൾ ഇപ്പല്ല. നടന്നു. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി. എൻ്റെ വായിന്നാണ് ഇപ്പോൾ എല്ലാം പോകുന്നത്. ഗോൾഡ് ആയിരിക്കും അല്ലേ? പിടിയാടാ. എടുത്ത് പോടാ കവറ്. ഗതിക്ക് പോകണം 350 രൂപ. ഞങ്ങൾ ചോദിച്ചായിരുന്നു. 350 രൂപ? ആ ബസ് ഇവിടുന്ന് ഇവിടെ പത്തനംതിട്ടയിൽ നിന്ന് ബസ് കിട്ടും സ്റ്റാൻഡിൽ നിന്ന്. ഇപ്പം എവിടെ ചെന്നാലും അവനൊരു കൂട്ട് കിട്ടും. കൂട്ട് നോക്കി. ഒരു പട്ടിയല്ലേ അത്. നമ്മൾ ചെന്നിടത്തെല്ലാം ഉണ്ടായിരുന്നു ഒരു പട്ടി. മണം പിടിച്ചു വരുന്ന. വേണ്ട 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 വേണ്ട. അവനങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടും. അവൻ നമ്മുടെ പയ്യനാ. മോനെ ചിക്കോ. ബ്ലാക്കി എന്ന എൻ്റെ പട്ടിയുടെ പേര്. പക്ഷെ ഇത് ബ്രൗണി. മോനെ ഇങ്ങോട്ട് പോടാ. കം ഹിയർ കം. പട്ടിക്കാരൻ മനസ്സിലായി. S22 അൾട്ര ആണോ? നീ കൊടുക്കല്ലേ ഭാസ്കര? എല്ലാവർക്കും ഒന്നെന്ന് വെച്ചാൽ കൊടുക്ക്. കല്ലോ കരിമീനോ ദൈവമേ നാണം കിടും.
തെറ്റിന്റെ ഭാഗത്ത സൂര്യ തീർച്ചയായിട്ടും ആളെന്ന് പറഞ്ഞേ സൂര്യ ഐ ലവ് യു സൂര്യ തെറ്റിന്റെ സൂര്യ തെറ്റിന്റെ ഭാഗത്ത പോരാ ഒന്നുമില്ലല്ലേ അത് തന്നെ. ആരാ മനസ്സിലാ കൊച്ചിരാജനകത്ത് മറ്റേ റിയാസ് ഭാസ്കര എല്ലാവർക്കും ഒന്ന് വെച്ച് കൊടുക്ക്. കള്ളോ കരിമീനോ കൊഞ്ചോ അടിച്ച് കയറി വാ. തൃശ്ശൂർ ഞാനിങ്ങ് എടുത്തല്ലോ എടുത്തു. ആനേത് പാർട്ടിയാ? ഞാൻ പാർട്ടിയിലൊന്നുമില്ല. മനുഷ്യൻ കമ്മ്യൂണിസ്റ്റ് അരിവനോ ഞാൻ ചുമന്ന ഷഡ്ഡിയായിരിക്കും കീറിയെന്ന്. ഇപ്പൊ നീലയാ കോൺഗ്രസ് ആയ നീ പോയിട്ട് വാ മോനെ. സ്റ്റാർട്ടാകുന്നില്ല. നീ കുറച്ച് കയറി നിൽക്കടാ. പിന്നെ എങ്ങോട്ടാ പോകുന്നത്? അതെ ഇതിനകത്ത് കാണാൻ പോലില്ല. മുടിഞ്ഞ കൂടെ കേട്ടോ. ഒന്നും കാണത്തില്ല. ഇവൻ വരുമ്പോ തന്നെ കറക്റ്റ് ക്യാമറക്കകത്ത് പോലും കാണാൻ പറ്റാത്ത ഇപ്പം വരെ ഫുള്ള് നല്ല ആ കിടക്കുന്ന ലെവലുണ്ടോ? അങ്ങോട്ട് നോക്കിയാൽ തനിക്ക് മനസ്സിലാവും. ആ ലെവൽ ഇവിടെ കിടക്കണം. വാടാ മയില് മഴ പെയ്യുന്നു. പണ്ട ഇതിന്റെ വ്ലോഗ് എടാ ഭയങ്കര കോടയാടാ. ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ മഴ ഏടാടാ പെട്ടെന്ന് കൂടെ അവിടെ നോക്കിക്കോട്ടെ. ആ എവിടെ തൊട്ടാലും മഴയാണല്ലോ ഇത്. എനിക്കത് കണ്ടോ പറയെടുത്ത് മഴയത്തല്ലേ. കോപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതും പോരാത്തോ ആനാകും പിന്നെ പറയുകയും ചെയ്യും. സ്വന്തം ചേട്ടനാണോ? പിന്നെ വഴിയെ പോകുന്നു തരും. അത് കസിൻ ചേട്ടൻ പറ്റാണോ ഞാൻ ചോദിച്ചു. അല്ലല്ലോ സ്വന്തം ചേട്ടന സെബിനോ? എടാ 1.5 ലക്ഷം രൂപയുടെ കമ്പ്യൂട്ടർ കഴിഞ്ഞ മേടിച്ചത് വീട്ടില്. അവൻ മേടിച്ചതാ. കള്ളനോട്ടടിയല്ല. വളക്കമ്പനിയില്ല, വളത്തിന്റെ ഇൻചാർജ്. വളം ടേസ്റ്റ് ചെയ്ത് നോക്കും. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി. മറ്റേ അച്ചാർ കമ്പനി ദിലീപ് പോയിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്തു. മിനി വ്ലോഗ്. പുള്ളി മറ്റേ അപ്റ്റക്ക് വളത്തിന്റെ ഏറ്റവും ഗുണമേന്മയുള്ള വളം അത് അപ്റ്റക്കിന്റെ. എല്ലാവർക്കും ഇതൊന്ന് വെച്ച് കൊടുക്ക്. കള്ളോ കരിമീനോ കൊഞ്ചോ പറഞ്ഞേ. എല്ലാവർക്കും എന്തെങ്കിലും കൊടുക്ക്. കള്ളോ കരിമീനോ കപ്പയോ കൊഞ്ചോ എല്ലാരും അടിച്ചു. ഇവൻ 6 ചെയ്താലുള്ളൂ. ഇവൻ തന്നെ ശബ്ദം കേൾക്കും. ഞാൻ എന്റെ ശബ്ദത്തിൽ ഇവൻ 6 മിമിക്രി ചെയ്താലും ഇവനെ തന്നെ ശബ്ദമായിരുന്നു. ചോരയൊന്നും വരുന്നില്ല. തമിഴ്നാട്ടിലെ പട്ടിയൊന്നും തമിഴ് അറിയായിരിക്കും. മുഞ്ചി തിരുട്ട് അണ്ണേ മുല്ലപ്പെരിയാർ. അണ്ണേ ഒരു വണ്ടി വരുന്നുണ്ട്. വണ്ടി കാറ്റടിച്ച കൈയും കാലും കാണിച്ച് വല്ല തെറിയാതെ അമ്മാനെ എടുത്തിട്ടില്ല. നോക്കണേ താഴെ നോക്കുന്നേ. നോക്കണേ വെറൈറ്റി ആരും ചെയ്യാതെയാ. നോക്കണേ ഞാൻ ഫോൺ പക്കത്ത് വരുമ്പോൾ നോക്കണം.
ദൂരെ ദൂരെ കൈക്കുമ്പിളിൽ നീലാകാശം. വള്ളകാലം വെള്ളച്ചാട്ടം നല്ല അടിപൊളിയായിട്ട് തോന്നുന്നു. ഗ്യാപ്പില്ല ഒന്ന് സ്ഥലത്ത്. മതി 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 ഈ സ്ഥലം